നമസ്കാരം. 3PM ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല പ്രക്ഷോഭ കേസുകളും പൗരത്വ പ്രതിഷേധ കേസുകളും പിൻവലിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളാണ് പിൻവലിക്കുക. ശബരിമല വിഷയം പ്രചരണായുധമാക്കാൻ UDF തീരുമാനിച്ച സാഹചര്യത്തിലാണ് നടപടി. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. MP ബഷീർ ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങൾക്കായി. ശ്രീ MP ബഷീർ, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്ന തീരുമാനം ഈ കഴിഞ്ഞ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആക്കാൻ കോൺഗ്രസും BJPയും പദ്ധതിയിട്ട ആ ആയുധത്തിന്റെ മുന ഒടിക്കുന്നതാകുമോ? ഇത് ഏതൊക്കെ തരത്തിലായിരിക്കും രാഷ്ട്രീയമായി ഇത് പ്രതിഫലിക്കാൻ പോകുന്നത്? അപ്പോൾ ഞാനിതിനെ നോക്കിക്കാണുന്നത് CPIM അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയത്തിൽ നിന്ന് അല്പം പിറകോട്ട് പോകുന്നു. അവരിതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അജണ്ടയിൽ നിന്ന് അല്പം ഒരു പിന്മാറ്റം, കൂടുതൽ ആലോചനയില്ലാത്തൊരു പിന്മാറ്റം നടത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരെ പബ്ലിഷ് ചെയ്യപ്പെട്ട സർവേകൾ CPIMനും ഇടതുപക്ഷത്തിനും ഒരു തുടർഭരണം പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള പ്രതിഫലനമാണ് അതിൻ്റെ ഫലത്തിലുണ്ടായിരുന്നത്. CPIMനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള തുടരെയുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ പരമ്പരകളുടെ തന്നെ വിശ്വാസ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതോടുകൂടി അതിൻ്റെ ഒരു മാൻഡേറ്റ് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നു CPIM എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിരിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്നാണ് കണക്കാക്കപ്പെട്ടത്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വശംവദനാകാതെ തൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന നിലപാടെടുക്കുകയും അവസാന നിമിഷം വരെ അത് തുടരുകയും ചെയ്തു. BJPയുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ, ഷഹീൻബാഗ് സമരം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ട് പോലും അരവിന്ദ് കെജ്രിവാൾ അതിൽ നിന്നും പിന്മാറിയില്ല. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ 2 പ്രളയങ്ങളും ഒരു നിപ്പയും അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേരളത്തിലെ കോവിഡ് നിയന്ത്രണ സംവിധാനങ്ങളും ഈ 4 സംഗതികൾക്ക് ശേഷം ഒരു സുസ്ഥിരമായ സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടാകും എന്ന പ്രതീതി വരികയും അത് തെരഞ്ഞെടുപ്പ് സർവേകളിൽ പ്രതിഫലിക്കുകയും ചെയ്തതിന് തൊട്ടു പിറകെയാണ് പ്രതിപക്ഷത്തിൻ്റെ BJPയുടെയും കോൺഗ്രസിൻ്റെയും തന്നെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് CPIM ചെറിയ തോതിൽ വഴുതി പോകുന്നത് എന്ന് വേണം കരുതാൻ. ഇത് യഥാർത്ഥത്തിൽ CA പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിലും അതോടൊപ്പം ശബരിമല വിഷയത്തിലും UDF ആണ് ഇന്ന് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. UDF ഈ വിഷയം വളരെ കാര്യമായി എടുത്ത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കും എന്ന സാഹചര്യത്തിലാകണം CPIM ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ നിന്ന് ഒരുപക്ഷെ ശബരിമല കേന്ദ്രീകൃതമായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ ഒരു വിഷയ അതിൻ്റെ മുൻഗണനാക്രമത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഇത് കൂടുതൽ ആലോചിച്ചെടുക്കാതെ വന്ന ഒരു തന്ത്രപരമായ മാറ്റമാണ് എന്ന് പറയാൻ കഴിയും. അതായത് കൂടുതൽ കൂടിയാലോചനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിപൂർവമായ നീക്കമോ അല്ല എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ തന്നെ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസിനും അപ്പുറത്തേക്ക്. കോൺഗ്രസിന് 19 സീറ്റുകൾ കിട്ടിയെങ്കിൽ പോലും നേട്ടമുണ്ടാക്കിയത് ആർക്കെന്ന് ചോദിച്ചാൽ BJPക്ക് എന്ന് നിസ്സംശയം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ആർക്കായിരിക്കും ഇത് നേട്ടമുണ്ടാക്കുക? തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആണ് ശബരിമല വിഷയം ഏറ്റവും വലിയ തോതിൽ കേരളത്തിൽ ചർച്ചാ വിഷയമായത്. അതിൻ്റെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത് അതിന് തൊട്ട് മുമ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിലെ 2 ന്യൂനപക്ഷ സമൂഹങ്ങൾ UDFന് അനുകൂലമായ കേന്ദ്രീകരണം നടത്തി, ഏകീകരണമുണ്ടായി എന്നതോടൊപ്പം തന്നെ CPIM ആ തെരഞ്ഞെടുപ്പിനെ വായിച്ചെടുത്തത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി എന്നാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ കണ്ടെത്തിയത് ശബരിമല വിഷയത്തിലെ നിലപാട്, അതല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ BJPയും മറ്റുള്ളവരും നടത്തിയ പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ അതായിരുന്നു ശബരിമല വിഷയമായിരുന്നു.
ആ ഒരു കാര്യം ഇത്തവണയും സംഭവിക്കാൻ ഇടയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണോ എന്നൊരു നിരീക്ഷണത്തിൽ നിന്നാവണം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. CAA സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം മാസങ്ങളായി നിലവിലുള്ളതാണ്. അതുപോലെ ശബരിമല വിഷയവും ഏതാണ്ട് മാസങ്ങൾ പിന്നിട്ടതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അതും NSSും അതുപോലെയുള്ള സമുദായ സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. അവരാവശ്യപ്പെട്ടതാകട്ടെ അടുത്തു വരാൻ പോകുന്ന UDF സർക്കാരിനോട് എന്ന മട്ടിലാണ് NSS അത് ആവശ്യപ്പെട്ടത്. ഏതായാലും അക്കാര്യത്തിൽ ഈ ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചത് സാങ്കേതികമായി ഇത് ബാലൻസ് ചെയ്തുകൊണ്ടാണെങ്കിൽ കൂടി ഒരുപക്ഷെ CPIയും കരുതുന്നുണ്ടാകുക ഇതിൻ്റെ വൈകാരികമായ തള്ളലിനെ, ഇതിലെ വോട്ട് ബാങ്കിലേക്കുള്ള വൈകാരികമായ തള്ളലിനെ അല്പം ശമിപ്പിക്കാൻ കഴിയും. UDFന് അതിൻ്റെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചെറിയ തടയിടാൻ കഴിയുമെന്നാകണം. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖ്യ അജണ്ടയിൽ നിന്നുള്ള ശ്രദ്ധ തിരിയലാണിത് എന്ന് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അപർണ. ശരി, ശ്രീ MP ബഷീറാണിത് വിശദമായി തന്നെ വിശദീകരിക്കുകയും വിലയിരുത്തുകയും ചെയ്ത്. ചർച്ചയിലേക്ക് ശ്രീ നാരായണൻ നമ്പൂതിരി BJP ഒപ്പം തന്നെ ജെയ്ക്സി തോമസ് CPIM എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ജെയ്ക്സി തോമസിലേക്ക്. ശ്രീ ജെയ്ക്സി തോമസ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? ഹലോ ജെയ്ക്ക്, കേൾക്കാമോ? ഹലോ ശ്രീ ജെയ്ക്സി തോമസ്, എന്തുകൊണ്ടാണ് CPIM ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? ശരി, ജയ്ക്കിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. ശ്രീ നാരായണൻ നമ്പൂതിരി, നോക്കൂ, എങ്ങനെയാണ് താങ്കൾ ഈ നിലപാടിനെ, സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സംസ്ഥാന സർക്കാർ നിർബന്ധിതനാകുകയല്ലേ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ? കാരണം ശ്രീ K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരംഭിച്ച യാത്ര അതിന്റെ 3-ാം ദിവസം തന്നെ ജനപിന്തുണ കണ്ട് അതിൽ ഉള്ള ജന അംഗീകാരം കാണുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരർത്ഥത്തിൽ നിർബന്ധിതനാകുന്നു. മറിച്ച് ഈ കേരളത്തിലെ സ്കാറ്റർ ചെയ്ത് കിടന്നിരുന്ന ഹിന്ദു സമൂഹത്തിന്റെ ഒരു ആവശ്യത്തിനു മുമ്പിൽ സർക്കാർ മുട്ടുകുത്തുന്നു, പരാജയം സർക്കാർ സമ്മതിക്കുകയാണ് ഒരർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥത്തിൽ ഇതിനോടൊപ്പം ഇപ്പോ ശബരിമല വിഷയത്തിൽ കേസുകൾ പിൻവലിക്കാൻ ആരംഭിച്ചതിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനോടൊപ്പം തന്നെ CAA കേസുകൾ പിൻവലിക്കുന്നതും ഒരർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ശബരിമലയുടെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടിയതും കണ്ണടയ്ക്കാനുള്ള പരിശ്രമമാണ്. സർക്കാരിന്റെ നിരുപദ്രവകരമായ ഒരു സമീപനമല്ല, ഇതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളാണുള്ളത്. ഞങ്ങൾ ശബരിമല കേസ് അല്ല, നോക്കൂ, ഇതിൽ കൃത്യമായി തന്നെ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പോലെ തന്നെ മുന്നോട്ട് വെക്കുന്നു ശബരിമല. പക്ഷെ മറ്റൊരു വിഷയവും ഉണ്ടായിരുന്നില്ലേ? 5 വർഷ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഈ 5 വർഷ കാലഘട്ടത്തിനിടയിൽ എത്രയോ വിഷയങ്ങളുണ്ട് സർക്കാരിനെതിരെ സംസാരിക്കാൻ. പക്ഷെ ശബരിമലയെ പലയിടങ്ങളിലും നിങ്ങൾ ആയുധമാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. ശബരിമല ഉയർത്തിക്കാണിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതേ രീതിയിലുള്ള പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ ഉണ്ടാകുമല്ലോ ശ്രീ നാരായണൻ നമ്പൂതിരി? അല്ല, ശബരിമല ഞങ്ങൾ ഉയർത്തിയില്ലല്ലോ. ശബരിമല ഉയർത്തിയത് സത്യത്തിൽ ശബരിമല സമരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞങ്ങളാകെ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനോ UDFനോ മേനി നടിക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ ഉള്ള അധികാരമില്ല. കാരണം അവർ മാളങ്ങളിലായിരുന്നു സമരങ്ങൾ. ആ സമരത്തിൽ തെരുവിൽ നേരിട്ടതും അടികൊണ്ടതും ജയിലിൽ പോയതുമെല്ലാം ഞങ്ങളാണ്. BJPയോട് ഒപ്പമുള്ള വിശ്വാസ സമൂഹത്തിന് നേതൃത്വം നൽകിയ സംഘടനകളുമാണ്. അവിടെ ഒന്നും UDFനെ കണ്ടിരുന്നില്ല. UDF തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കി ശബരിമലയെ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ എതിർത്തിരുന്നു. ഇന്ന് K സുരേന്ദ്രൻ പറഞ്ഞതിൽ വളരെ വലിയൊരു തമാശ. ഇന്നിപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനവും ഇപ്രകാരമാണ്. അതായത് വലിയ ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾ, ആ ചെയ്ത കേസുകളാണ് ഒഴിവാക്കപ്പെടുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരൊക്കെ തന്നെ അവിടെ തന്നെ നിൽക്കും. ആ കേസുകളൊക്കെ അവിടെ തന്നെ നിൽക്കും. ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ പോകുന്നില്ല ശ്രീ നാരായണൻ നമ്പൂതിരി. പക്ഷെ ഇന്ന് K സുരേന്ദ്രൻ പറയുന്നത് എന്ത് കുറ്റകൃത്യമാണ് നടത്തിയത്, എന്ത് കലാപമാണ് നടത്തിയത് എന്നുള്ള ചോദ്യമാണ്. ഇതൊക്കെ ആരെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് ശ്രീ നാരായണൻ നമ്പൂതിരി? അല്ല, ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കലാപം ഉണ്ടായത്? ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അക്രമം ഉണ്ടായത്? ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് അക്രമം ഉണ്ടായത് നിലയ്ക്കലിൽ പോലീസ് അതിക്രമത്തിലാണ് അക്രമം ഉണ്ടായത്.
പമ്പയിൽ പോലീസ് അതിക്രമത്തിലാണ് അക്രമം ഉണ്ടായത്. നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ നോക്കൂ, നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത് പോലീസായിരുന്നോ ശ്രീനാരായണൻ നമ്പൂതിരി? മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ തകർത്തത് പോലീസായിരുന്നു ശ്രീനാരായണൻ നമ്പൂതിരി? വാഹനങ്ങൾ തകർത്തത് പോലീസാണെന്ന് കോടതി വരെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഏതാണ് ഞങ്ങളുടെ ചാനലിന്റെ റിപ്പോർട്ടർ ടിവിയുടെ ഉൾപ്പെടെ വാഹനങ്ങൾ തകർക്കപ്പെടുകയും ഞങ്ങളുടെ റിപ്പോർട്ടർ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്തൊരു സംഭവമാണ് താങ്കൾ ഈ പറയുന്ന സംഭവം. അത് പോലീസ് ആയിരുന്നില്ല, അവിടെ വിശ്വാസ സംരക്ഷകർ എന്ന് പറഞ്ഞു വന്ന കലാപകാരികളായിരുന്നു ശ്രീനാരായണൻ നമ്പൂതിരി. അല്ല, അവന്ന നിലയ്ക്കലിൽ പോലീസ് അതിക്രമത്തിന്റെ പേരിൽ അടികൊണ്ട് ഓടിയ അയ്യപ്പ ഭക്തന്മാരാണ് ഉണ്ടായത്. ചെതറി ഓടുകയല്ലേ ഉണ്ടായത്. സ്വാഭാവികമായി അത്തരമൊരു അതിക്രൂരമായ സംഘർഷം ഉണ്ടാകുമ്പോൾ ചെറിയ അതിന്റെ പ്രതികരണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ അത് പോലീസാണല്ലോ അവിടെ അതിക്രൂരമായ നരനായാട്ട് നടത്തിയ നിലയ്ക്കലിൽ. വാഹനങ്ങൾ അടിച്ചു തകർത്തതും ടൂ വീലറുകൾ ഇടിച്ച് ചവിട്ടിയിട്ടതുമല്ല, അതിന്റെയൊക്കെ വീഡിയോ പകൽ പോലെ വ്യക്തമാണല്ലോ. കോടതി പോലും അതിന്റെ അകത്ത് അത്ഭുതസ്തബ്ധരായി നിന്നില്ലേ കോടതി? ഇതാണോ ഒരു പോലീസ് സേന? ഇതാണോ ഒരു സമരത്തെ ഇങ്ങനെയാണോ തകർക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം കേരള സമൂഹത്തിനുണ്ടായതല്ലേ? ശരി, ശ്രീ ജെയ്സി തോമസ്, ശരി ഞാൻ വരാം ശ്രീനാരായണൻ നമ്പൂതിരി. ശ്രീ ജെയ്സി തോമസ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടത്? ഏത് സാഹചര്യത്തിലാണ് ശ്രീ ജെയ്സി തോമസ്? സാഹചര്യം സുവ്യക്തമല്ലേ? അതായത് പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടും ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടും ആ സമയത്ത് ചെറുതും വലുതുമായ നിരവധി സമരരൂപങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. ആ സമരരൂപങ്ങളെ, പ്രത്യേകിച്ച് ശബരിമല സംബന്ധിച്ച സമരരൂപങ്ങളെ തങ്ങളുടെ അജണ്ടകൾക്കൊത്തവണ്ണം വളച്ചൊടിക്കുവാനും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, അതായത് BJPയുടെ ആ സമയത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ മിസോറാം ഗവർണർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇതൊരു സുവർണ അവസരമാണ് എന്നായിരുന്നു BJP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും പ്രചരിപ്പിച്ചത്. ഈ സമരത്തെ ഒരു സുവർണാവസരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന BJPയുടെ കുൽസിതമായ ശ്രമങ്ങൾക്കെതിരെ ആ സമയത്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. RSS പല കേന്ദ്രങ്ങളിലും കലാപാഹ്വാന ശ്രമങ്ങൾ നടത്തുകയും കലാപത്തിന്റെ ഭാഗമാക്കുവാൻ ഈ സമരത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ശ്രമങ്ങൾക്കെതിരെ കേസ് പല വിധത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത്തരം കലാപ ശ്രമങ്ങളെ അത് ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് ന്യായമായ സമരരൂപങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകൾ ഒഴിവാക്കുക. പൗരത്വ പ്രക്ഷോഭവുമായിട്ടും പൗരത്വ പ്രക്ഷോഭ വിഷയത്തിൽ ഇന്ത്യക്ക് മാതൃകയായി ഈ നിയമത്തിന് കേരളത്തിൽ വിലയുണ്ടാവുകയില്ല എന്ന് പ്രമേയം പാസാക്കിയ നാടാണ്. സമീപത്ത് മുഖ്യമന്ത്രി പൗരത്വ നിയമത്തിനും മതാടിസ്ഥാനത്തിലുള്ള രാജ്യവിഭജനത്തിന് കേരളത്തിന്റെ മണ്ണിലിടമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങൾക്കെതിരെ ന്യായമായ നിലയിൽ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കലാപശ്രമങ്ങൾ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഗുരുതരമല്ലാത്ത കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തി പിൻവലിക്കേണ്ട ന്യായമായ സമരരൂപങ്ങളായിരുന്നുവെങ്കിൽ അത്തരം കേസുകൾ പിൻവലിക്കും എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിനെ പരക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. RSS ഒഴികെ വിശ്വാസികളായിട്ടുള്ള സത്യസന്ധരായ പ്രബുദ്ധ ബോധമുള്ള മുഴുവൻ ആളുകളും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നോക്കൂ ശ്രീ ജെയ്സി തോമസ്, എന്തായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും സ്വീകരിച്ച നിലപാടെന്ന് കേരളം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് അന്ന് കലാപശ്രമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസുകൾ അല്ലെങ്കിൽ അത് എടുത്തിരിക്കുന്ന കേസുകളിൽ ഗൗരവമുള്ളതും ഗൗരവമില്ലാത്തതും എന്ന് പറഞ്ഞ് നിങ്ങൾ വേർതിരിക്കാൻ പോവുകയാണ്. ഈ ഗൗരവമുള്ളതെന്നും ഗൗരവമില്ലാത്തതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ വേർതിരിവിന്റെ മാനദണ്ഡം എന്താണ് ശ്രീ ജെയ്സി തോമസ്? അതായത് ഞാനിപ്പോ എല്ലാ ഉദാഹരണങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായൊരു ചിത്രം നമ്മുടെ ഓർമ്മയിലുള്ളത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ NDTVയുടെ റിപ്പോർട്ടർ ശ്രീമതി സ്നേഹ കോശിയാണെന്നാണ്. അവരുടെ മാധ്യമ സംഘത്തിന്റെ വാഹനം എപ്പാടെ തല്ലി തകർക്കുകയാണ്. തല്ലി തകർക്കുക മാത്രമല്ല, യുവതിയായ ഒരു മാധ്യമ പ്രവർത്തകയെ ഇറങ്ങി വന്നു നിന്ന് മുമ്പൊരിക്കൽ കലാപത്തിന്റെ കാലയളവിൽ കുത്തബ്ദീൻ അൻസാരി ജീവന് വേണ്ടി കൈകൂപ്പി നിറകണ്ണുകളോടെ നമുക്ക് മുമ്പിൽ നിന്നതുപോലെ യുവതിയായ ഒരു മാധ്യമ പ്രവർത്തക ഈ അക്രമകാരികൾക്ക് മുമ്പിൽ, RSSന്റെ സംഘപരിവാർ പ്രചാരകർക്ക് മുമ്പിൽ ആയുധവും ഏന്തി തങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന RSS കൊലയാളികൾക്ക് മുമ്പിൽ ജീവന് വേണ്ടി കൈകൂപ്പി യാചിക്കുന്ന ചിത്രം എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട്. ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുന്നു, അത് അങ്ങേയറ്റം ഒരു മാധ്യമ പ്രവർത്തകരുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും കേരളത്തിൽ കലാപം നടത്തണമെന്ന ദുഷ്ടബുദ്ധിയാണ്. അത്തരം കേസുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളൊന്നും പിൻവലിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. മറ്റ് ഘോഷയാത്രകൾ, അതിനെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള വഴി തടസ്സപ്പെടുത്തി ഇത്യാദി കേസുകൾ
ഇതൊക്കെയാവും സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ ജെയ്സി തോമസ്? ശരി, നോക്കൂ, ഒരു കോടതി വിധിയാണല്ലോ, ആ കോടതി വിധി നടപ്പാക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കേസുകളാണല്ലോ. ആ കേസുകൾ ഒരു ഘട്ടത്തിൽ എടുക്കുകയും പിന്നീട് ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ അത് പിൻവലിക്കുകയും ചെയ്യുന്നതിന്റെ സാങ്കത്യം എന്താണ് ശ്രീ ജെയ്സി തോമസ്? ഞാൻ പറഞ്ഞുവല്ലോ, ഈ രണ്ട് വിഷയങ്ങളും, ഈ പൗരത്വ ഭേദഗതി നിയമമാകട്ടെ, ശബരിമല സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലാകട്ടെ, വലിയൊരു വിഭാഗത്തിൽ വരുന്ന വിശ്വാസികൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും കലാപത്തിലേക്ക് നയിക്കുവാനും RSS ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് ബോധ്യമുള്ളതാണ്. അത്തരം കേസുകൾ ഒഴിവാക്കപ്പെടും. എന്നാൽ ന്യായമായ സമരങ്ങൾ, കലാപങ്ങളിലേക്ക് പോകാതെ വിയോജിപ്പുകളുടെ തലം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ന്യായമായ സമരങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എടുത്ത കേസുകൾ അത് പുനഃപരിശോധിക്കപ്പെടും എന്ന നിലയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, സർക്കാരിന്റെ തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സർക്കാരിന്റെ തീരുമാനം മതി, അതായത് ഇറ്റ്സ് നോട്ട് ഇനഫ് നമ്മൾ പറയാം, പക്ഷെ എന്നാലും സ്വാഗതം ചെയ്യും. ആദരണീയനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ സാർ സ്വാഗതം ചെയ്ത പോലെ എല്ലാ വിശ്വാസ സംഘടനകളും പൊതുവെ ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണുന്നു. പക്ഷേ ഇത് മാത്രം പോരാ, ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ദേവസ്വം ബോർഡിനെ കൊണ്ട് അവരുടെ നിലപാട് മാറ്റിക്കണം, മുമ്പുള്ള അഫിഡവിറ്റ്, സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് മാറ്റി കൊടുക്കണം, തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. ഈ വിഷയത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ 84 വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനമാണ്. പിന്നീട് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരി, പിന്നീട് പ്രയാർ ഗോപാലൻ സാർ, ഞാനടക്കം ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ച് പരിവാർ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ വിഷയം വിജയിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് ഇതിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ നോക്കുന്നത് ശരിയല്ല. കാര്യം എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും NSSും അടക്കം വളരെ വലിയൊരു പോരാട്ടം ഇതിൽ നടത്തിയിരുന്നു. രണ്ട്, അപർണയെ പോലുള്ളവർക്ക് പറയുമ്പോൾ ഈ കലാപം എന്തർത്ഥത്തിലാണ് പറയുന്നത്? എത്രയോ ഭക്തർ, എത്രയോ വിശ്വാസികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പോരാടി ഈ വിഷയം ഇന്നും ഇന്നലെയല്ല, 1991 മുതൽ പോരാടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയുമോ? 10-20 ദിവസത്തോളം, 20-22 ദിവസത്തിലധികം ശ്രീ K. സുരേന്ദ്രൻ ജയിലിൽ കിടന്നില്ലേ? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രസ്താവന മാത്രം അവർക്ക് വീട്ടിൽ പോകാറുന്നല്ലോ. അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ, അജയ് തറയിൽ സാറിനെ പോലുള്ളവർ, എന്തിന് CPM-ലെ പത്മകുമാർ സാറിനെ പോലുള്ളവർ, അദ്ദേഹത്തെക്കാട്ടി നല്ലൊരു ഭക്തനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് CPM-ലെ അടക്കം വിശ്വാസികൾ ഇതിനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണും. എന്നാൽ ഇത് മാത്രം പോരാ, കൂടുതൽ വേണം. ഇതൊരു പക്ഷേ ഇലക്ഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, UDF-ഉം BJP-യും ഉയർത്തുന്നതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. അത് രാഷ്ട്രീയ കക്ഷികൾ അല്ല, UDF-നും BJP-ക്കും ഇലക്ഷൻ രാഷ്ട്രീയ ഇലക്ഷൻ തന്നെയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. UDF-നും BJP-ക്കും രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ. BJP ആകട്ടെ, അല്ല അങ്ങനെയല്ല. UDF ആകട്ടെ, BJP ആകട്ടെ, വിശ്വാസികളോടൊപ്പം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ആദ്യം എടുത്ത നിലപാടോ മറന്നു നിൽക്കുന്നതിന്റെ കാരണം ഈ ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്നുള്ളതാണ്. അവസാനം CPM ആ നിലപാടിലേക്ക് വന്നില്ലേ? ഞങ്ങൾ പറയുന്നത് ന്യായപരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 25-ന്റെ കാര്യമാണ്. ഈ വിഷയം പൂജനീയ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ജി, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം, മറുഭാഗത്ത് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം, വിശ്വപൗരനായ ശ്രീ ശശി തരൂർ അടക്കം വിഷയം ആഴത്തിൽ ജനങ്ങളോട് പറയുകയും ഇതിന്റെ ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്, എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ ജയിക്ക് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും ചില വയലൻസുകൾ വന്നിട്ടുണ്ടെന്ന് സത്യമാണ്. പൂജാ പ്രസന്ന അന്ന് റിപ്പബ്ലിക് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ വ്യക്തിപരമായ പൂജ വിളിച്ച് ക്ഷമാപണം നടത്തുകയും വന്ന റിപ്പോർട്ടർ, മാതൃഭൂമി, റിപ്പബ്ലിക്, ഈ 3 മീഡിയ ഹൗസിന് നേരെയാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ ആരും ഒരു പ്രൊഫഷണൽ മോബ് ഒന്നുമല്ല, പ്രൊഫഷണൽ സംഘാടകരൊന്നുമല്ല. ആദ്യ ദിവസം പ്രത്യേകിച്ച് വനാന്തരങ്ങൾക്കുള്ളിൽ കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ ഒരു പക്ഷേ പ്രക്ഷോഭം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പോയി കാണാം. പക്ഷെ ബൈ ആൻഡ് ലാർജ് വളരെ സമാധാനപരമായിരുന്നു. ബൈ ആൻഡ് ലാർജ് ഏറ്റവും പീസ്ഫുൾ തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ പോയത്. അത് NSS സംഘടിപ്പിച്ചാവട്ടെ, RSS സംഘടിപ്പിച്ചാവട്ടെ, ബാക്കി വിശ്വാസ സംഘടനകൾ സംഘടിപ്പിച്ചാവട്ടെ, എല്ലാം ഏറ്റവും പോസിറ്റീവായി വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിന്? മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളിൽ നിന്ന് പോലും ഏറ്റവും ശക്തമായ പിന്തുണയല്ലേ ഇതിന് ലഭിച്ചത്. ഇതിനുവേണ്ടി ആദ്യം നിരാഹാരം ഇടുന്ന ഒരു ശ്രീ PC ജോർജും സംഘടിപ്പിച്ച അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും അടക്കമുള്ളവരല്ലേ? മുസ്ലിം ലീഗ് അടക്കം, സമസ്ത അടക്കം എല്ലാ മുസ്ലിം സമുദായ സംഘടനയിൽ നിന്നും അനുകൂലമായ പ്രതികരണമല്ലേ കിട്ടിയത്? അപ്പൊ ആ രീതിയിൽ വിശ്വാസികളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ്. ഇത് പോസിറ്റീവായ സ്റ്റെപ്പാണ്. പക്ഷെ ഇത് മാത്രം പോരാ, കൂടുതൽ വേണം. ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റണം. സർക്കാർ എതിരില്ലാത്തൊരു സമീപനം സുപ്രീം കോടതിയിൽ സ്വീകരിക്കണം. അങ്ങനെ മാത്രമേ പോകുള്ളൂ. ഇതൊരു പോസിറ്റീവ് സ്റ്റാർട്ടാണ്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു സ്വാഗതം ചെയ്യേണ്ട സ്റ്റാർട്ടാണ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ വിശ്വാസികൾ. തീർച്ചയായും. നോക്കൂ ശ്രീ ജെയ്സി തോമസ്, ഇനി ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങൾ വരും. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇതിനോടകം തന്നെ BJP വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാർ വഴങ്ങുകയാണ്, വിശ്വാസ സമൂഹത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ്. ആ ഒരു നരേഷനായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കേണ്ടി വരിക. ആ തരത്തിലുള്ള നരേഷനായിരിക്കും. കീഴടങ്ങുകയായിരുന്നു. BJP ഉയർത്തിയ, കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുന്നിൽ, BJPയും കോൺഗ്രസും ഉയർത്തിയ ഒരു പ്രചരണത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഇടത് സർക്കാർ എന്നൊരു നരേഷനായിരിക്കും ശ്രീ ജെയ്സി തോമസ് ഉണ്ടാവുക, അല്ല എന്ന് പറയാൻ കഴിയുമോ?
ഇല്ല, ഞാൻ പറഞ്ഞ അത്തരം ഒരു വിധി തീർപ്പിലേക്ക് നമ്മൾ പോകാൻ കഴിയേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ സാന്ദർഭികമായി ഞാൻ നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ ചിത്രമാണ്. അങ്ങയുടെ കൂടെ സഹപ്രവർത്തകയായ നിങ്ങളുടെയൊക്കെ സമകാലീനിയായ ഒരു മാധ്യമ പ്രവർത്തക ഷൈജ അലി ഫാത്തിമ, അവരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ സമരത്തിന്റെ മറവിൽ RSSന്റെ പ്രചാരകർ അവരെ ആക്രമിക്കുകയും ചീത്ത പറയുകയും വിങ്ങിപ്പൊട്ടിയ കണ്ണീരണിഞ്ഞുകൊണ്ട് ആ മാധ്യമ പ്രവർത്തക തന്റെ കയ്യിലുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിലൂടെ നടന്നു നീങ്ങുകയും ചെയ്യുന്നതാണ്. സ്നേഹാഘോഷി ഞാൻ സൂചിപ്പിച്ചു, NDTVയുടെ റിപ്പോർട്ടർക്ക് നേരിടേണ്ട വന്ന ദാരുണമായ ആക്രമണത്തിന്റെ പ്രതിഫലനം. അതോടൊപ്പം ഇതേപോലെ ചർച്ചക്കിടയിൽ സംവാദത്തിനിടയിൽ അദ്ദേഹത്തിന് തന്നെ വളരെ മോശമായ ഒരു അനുഭവം റിപ്പബ്ലിക് ചാനലിന്റെ റിപ്പോർട്ടറെ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, ഒരു അവതാരകനിൽ നിന്ന് അദ്ദേഹത്തിന് തന്നെ നേരിടേണ്ട വന്ന അനുഭവം അദ്ദേഹവും ചൂണ്ടിക്കാട്ടിച്ചു. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും വിശ്വാസത്തെ മറയാക്കി കലാപം നടത്തുവാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ കലാപ ശ്രമങ്ങൾക്ക് ഇരയായിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ചെറുതെങ്കിലും വിശ്വാസി സമൂഹം അണിനിരന്നിട്ടുള്ള സമാധാനപരമായ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരം പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമെതിരെ ഏറ്റവും സാധാരണഗതിയിൽ നിയമപരമായി എടുക്കുവാൻ കഴിയുന്ന കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അത്തരം കേസുകൾ പരിശോധിക്കും. പിൻവലിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ പിൻവലിക്കപ്പെടും. സമാനമായ നിലയിൽ പൗരത്വ പ്രക്ഷോഭത്തെയും കേരളത്തിലെ സർക്കാർ കാണുകയാണ്. ഇതാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ മറവിൽ പുതിയ ആവശ്യങ്ങൾ നോക്കൂ, ഇതങ്ങ് ബാലൻസ് ചെയ്ത് പോയല്ലോ അല്ലെ ശ്രീ ജെയ്സി തോമസ്? പൗരത്വ ഭേദഗതി നിയമം, ഒപ്പം തന്നെ ശബരിമല പ്രക്ഷോഭം, രണ്ടും കൂടി ബാലൻസ് ചെയ്യുകയായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അതിലൊരു ബാലൻസിംഗിന്റെ ഇക്വേഷൻ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വിശദീകരിച്ചാൽ എനിക്കത് മറുപടി പറയാൻ വേണ്ടി കഴിയും. പൗരത്വ പ്രക്ഷോഭത്തെ സംബന്ധിച്ചും കേരളത്തിലെമ്പാടുമുള്ള മതനിരപേക്ഷ വിശ്വാസി സമൂഹം, മതനിരപേക്ഷ ചേരി ഒന്നടങ്കം വലിയ വ്യത്യസ്തമായ ബഹുമുഖമായ സമരരൂപങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. ആ സമരരൂപങ്ങൾക്കെതിരെയും കലാപശ്രമങ്ങൾക്കല്ലാതെ ആ സമരരൂപങ്ങൾക്കെതിരെയും ന്യായമായി സമാധാനപൂർണ്ണമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സമരരൂപങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ കേസെടുത്തിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കും. പിൻവലിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ പിൻവലിക്കും. ഇതാണ് ഈ വിഷയങ്ങളെ, വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സുതാര്യമായ നിലപാട് ഇതാണ്. ഇതിൽ ആർക്കും ആശങ്ക തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നു. വിശ്വാസി അവിശ്വാസി വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിന്റെ പൊതുബോധം പൊതുവിൽ ശ്രീ ജെയ്സി തോമസ്, ഇത് ഒരു ചൂണ്ടയായിരുന്നല്ലോ. കോൺഗ്രസും BJPയും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയൊരു ചൂണ്ടയായിരുന്നു ശബരിമല. അതിൽ കൃത്യമായി CPM കൊതുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ നിന്നുള്ള അതിഥികളെ ചർച്ചകൾക്കായി ക്ഷണിച്ചാൽ ഞങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല, പ്രതിപക്ഷം സംസാരിച്ചു കൊള്ളട്ടെ എന്ന് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരുന്നു AKG സെന്ററിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ആ വിഷയത്തെ തന്നെ, ആ വിഷയത്തിന്റെ ചൂണ്ടയിൽ തന്നെ നിങ്ങൾ പോയി കൊത്തുകയായിരുന്നില്ലേ ശ്രീ ജെയ്സി തോമസ്? ഇത് നിങ്ങൾക്ക് അങ്ങനെ കൊത്തലൊന്നും അല്ലാതെ ഇതൊക്കെ വ്യാഖ്യാനിക്കാം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. എനിക്കതിൽ വിയോജിപ്പില്ല. ഞാൻ പറഞ്ഞത് ഇതിന്റെ മറ്റൊരു സൂക്ഷ്മമായ വിശദീകരണങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ സമര കാലഘട്ടത്തിൽ ഉയർന്നുദിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശങ്കയും ആവശ്യവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ന്യായമായ ഒരു ആവശ്യത്തോട് സർക്കാർ വളരെ അനുകൂലമായ 2 വർഷമായല്ലോ ഇത് കഴിഞ്ഞിട്ട്, 2 വർഷത്തോളമായില്ലേ ശ്രീ ജെയ്സി തോമസ്? ഇപ്പോഴാണോ സർക്കാരിന് അതിലൊരു വീണ്ടും വിചാരം ഉണ്ടായത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമരത്തോടനുബന്ധിച്ച് മാത്രമല്ല, ബാക്കി പലപ്പോഴും പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ ഇത്തരത്തിൽ പല രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നൂറുകണക്കിന് ആളുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ പലപ്പോഴും നമ്മളുടെ പുതിയ നിയമ സംവിധാനത്തിലുള്ള കേസുകൾക്ക് കാരണമായി തീരാൻ വേണ്ടി തീരാറുണ്ട്. ഈ കാര്യങ്ങൾക്കകത്ത് ഇത് കേരളത്തിന്റെ പൊതുബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ പൗരത്വ പ്രക്ഷോഭം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അത്തരം കാര്യങ്ങൾ ന്യായമായ സമാധാനപൂർണ്ണമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതാണ് സർക്കാർ പറഞ്ഞത്. സമാനമായ അതേ വീക്ഷണം ശബരിമല പ്രക്ഷോഭത്തോടും കാണിക്കുകയാണ്. അതിൽ ഈ വനിതകളെ ആക്രമിക്കുകയും മാധ്യമ പ്രവർത്തകർക്ക് നേരെ ജീവഹാനി വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത കലാപ ശ്രമങ്ങളുണ്ട്. BJP നേതൃത്വമായ RSS നേതൃത്വമായ കലാപ ശ്രമങ്ങളുണ്ട്. ആ കലാപ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു കേസും പിൻവലിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ പറയുന്നത് ന്യായമായ സമാധാനപൂർണ്ണമായ സമരങ്ങൾ വിശ്വാസി സമൂഹം പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വിശ്വാസി അവിശ്വാസി ദ്വന്ദ്വത്തിനപ്പുറം സമാധാനപൂർണ്ണമായ നാടിനെ നിലനിർത്തുക, അത് മാത്രമാണ് സർക്കാർ ഇക്കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരി, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം, അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത, പ്രചരണം നടത്തിയ ഒരു വിഷയം. പക്ഷേ ഇക്കുറി അതേ രീതിയിൽ, അതേ പാറ്റേണിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്, അതായത് ശബരിമല ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ച് സർക്കാർ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് ശ്രീ നാരായണൻ നമ്പൂതിരി. ശ്രീ നാരായണൻ നമ്പൂതിരി,
ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നോക്കൂ, ജയിക്ക് പറഞ്ഞതുകൊണ്ട് രാഹുൽ താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ശശി തരൂരിനെയും രാഹുൽ. ശരി, എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം, ശ്രീ നാരായണൻ നമ്പൂതിരി ക്ഷമിക്കണം, താങ്കളുടെ ശബ്ദം വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഇടപെട്ടത്. രാഹുൽ ഈശ്വറിനോടുള്ള ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം താങ്കളുടെ ശബ്ദം വ്യക്തമാകുന്ന മുറയ്ക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും മനസ്സിലാകുന്നതാണ്. നോക്കൂ, UDF ഇലക്ഷനോട് അനുബന്ധിച്ച് തന്നെ കരട് നിയമം വരുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശബരിമല പെട്ടെന്ന്, അതായത് കഴിഞ്ഞ ഒരു വർഷമായി ശബരിമലയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ശബരിമല പൊട്ടി പുറപ്പെട്ട് വരികയാണ്. സർക്കാർ അതിനനുസരിച്ച് ഒരു പ്രതിരോധം, അല്ലെങ്കിൽ എങ്ങനെയാണോ ഇതിനെ പ്രതിരോധിക്കേണ്ടത്, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിശദീകരണം നൽകിയാൽ മതിയല്ലോ സർക്കാരിന്, ആ തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അല്ലാതെ ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല എന്നൊക്കെ പറഞ്ഞ് പോകാൻ കഴിയില്ലല്ലോ. UDF-ഉം BJP-യും ഒക്കെ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, UDF-ഉം BJP-യും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായല്ല, അവർ വിശ്വാസ സമൂഹത്തിനൊപ്പം നിന്നു. ശരിയാണ്, ഒരു ഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തിനൊപ്പം നിന്നു. അതിനുശേഷം തൊട്ട് പിന്നാലെ 2018 സെപ്റ്റംബറിലാണല്ലോ വിധി വരുന്നത്. അതിനുശേഷം വിശ്വാസ സമൂഹത്തിനൊപ്പം നിൽക്കുന്നു അവർ, വിശ്വാസ സമൂഹത്തിനൊപ്പം നിൽക്കുന്നു BJP-യും കോൺഗ്രസും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, പിന്നീട് ശബരിമലയെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നു. അല്ലല്ല, ഈ വിഷയത്തിൽ സാധാരണ വിശ്വാസികൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾ സ്വാമി അയ്യപ്പന്റെ അമ്പലങ്ങളുടെ ആർട്ടിക്കിൾ 25 വേണ്ടിയുള്ള പോരാട്ടമാണ്. തമിഴൻ ജല്ലിക്കെട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത പോലെ അവിടെ BJP-യും കോൺഗ്രസും CPM-ഉം DMK-യും ADMK-യും ഒരുമിച്ച് നിന്ന് പോരാടിയല്ലോ. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രൊട്ടക്ട് ചെയ്ത പോലെ നമ്മൾ നമ്മുടെ പള്ളിക്കെട്ടിനെ ഒരുമിച്ച് നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. സാധാരണ വിശ്വാസികളുടെ നിലപാട് ഇത് മാത്രമാണ്. എല്ലാ പാർട്ടിക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, എല്ലാ പാർട്ടിക്കാരും ഇതിനുവേണ്ടി പോരാടുകയും ചെയ്യണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2007 മുതൽ കോടതിയിൽ കേസിൽ കക്ഷിയാകുകയും സുപ്രീം കോടതിയിൽ സ്ഥിരം പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ കേസിൽ വളരെ കുറച്ചുപേര് മാത്രമേ അന്ന് പിന്തുണയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ ഇതിലേക്ക് വരണം. നാളെ CPM അടക്കം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാര്യം ഈ വിഷയത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കി യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ആർട്ടിക്കിൾ 25 മുതൽ 30 വരെ ഇല്ലാതാക്കാനുള്ള ചിലരുടെ ശ്രമമാണെന്ന് ജെയ്ക്കിനും നോക്കൂ, ഈ ഇതിന്റെ മഴവിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തന്നെയാണ് ഞങ്ങൾ. കൃത്യമായ ധാരണയുണ്ടോ? ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ സ്വാമിയെ അയ്യപ്പ വിളിച്ചുകൊണ്ട്, ശരണമയ്യപ്പ വിളിച്ചുകൊണ്ട് ശരണം വിളികളുമായി ഒരു വാഹനം ആക്രമിക്കുകയും അതിനകത്തുണ്ടായിരുന്ന റിപ്പോർട്ടറെയും ക്യാമറാമാനെയും ഡ്രൈവറെയും ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്യുന്നത് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ശ്രീ രാഹുൽ ഈശ്വർ? അപർണ, ആ വ്യക്തിപരമായി സംഭവിച്ച പൂജാ പ്രസന്നയോട്, ശ്രീ അർണബ് ഗോസ്വാമിയോട് അപർണയുടെ ചാനലിൽ മാതൃഭൂമിയിൽ ഞാൻ വ്യക്തിപരമായി വിളിച്ച് ക്ഷമ പറയുകയും അത്തരം ആദ്യ ദിവസം സംഘടിപ്പിച്ച ഞങ്ങളാണ്, ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്, ക്ഷമിക്കണമെന്ന് പറയുകയും അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. എത്ര വയലന്റ് ആയ ഒരു മോബായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ? താങ്കൾ പറയുന്നുണ്ടല്ലോ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന്. ഇതാണ് കലാപം. എന്തുകൊണ്ടാണ് കലാപകാരികളെന്ന് അവരെ വിളിക്കേണ്ടി വന്നതെന്നറിയുമോ? ഇതാണ് കലാപം. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പലയിടങ്ങളിലും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കലാപം നടത്തുന്നവരെ കലാപകാരികൾ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ കഴിയാൻ പറ്റുക? വിശുദ്ധരെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപർണ, ഈ ഞങ്ങളടക്കം നേതൃത്വം നൽകിയ പ്രക്ഷോഭങ്ങൾ പങ്കെടുപ്പിച്ച ആരെങ്കിലും ഒരു വർഗീയ പരാമർശമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ടോ? ഒരു പ്രതീഷ് വിശ്വനാഥനൊക്കെ എത്ര ഈ ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് വിരുദ്ധമായി, സ്ത്രീ പ്രവേശിക്കാൻ അനുവദിക്കില്ല, സ്ത്രീ പ്രവേശന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അവിടെ നിന്ന ആളുകളായിരുന്നില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അവരൊന്നും ഒരു തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെ താങ്കൾ ആരെയാണ് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ശ്രീ പ്രതീഷ് അടക്കം വളരെ ഊർജ്ജസ്വലമായി തന്നെ ഇതിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. അദ്ദേഹത്തിന്റെ 1-2 കാഴ്ചപ്പാടുകളോട് അഭിപ്രായ വൈവിധ്യമുണ്ട്. പക്ഷേ വ്യത്യസ്ത ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് വന്ന ഒരു പോരാട്ടമാണ് ഇതിന്. ആ സ്പിരിറ്റിൽ അതിനെ കാണണം. അതിനുവേണ്ടി എല്ലാവരും പണക്കെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി NSS ജനറൽ സെക്രട്ടറി മെനക്കെട്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കൾ മെനക്കെട്ടിട്ടുണ്ട്, BJP നേതാക്കൾ മെനക്കെട്ടിട്ടുണ്ട്, സംഘത്തിന്റെ ആൾക്കാർ മെനക്കെട്ടിട്ടുണ്ട്, പൂജനീയ സർസംഘചാലകടക്കം പറഞ്ഞിട്ടുണ്ട്, ആദിവാസി സംഘങ്ങൾ മെനക്കെട്ടിട്ടുണ്ട്, മലയരന്മാർ മെനക്കെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു പൊതുജന വിശ്വാസ കോടികളുടെ ഒരുമിച്ചുള്ള വരവാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങളടക്കം ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലെന്ന് പറയാനോ അല്ല, അതിന് വ്യക്തിപരമായി വിളിച്ച് അപ്പോളജൈസ് ചെയ്യാനും ക്ഷമിക്കണമെന്ന് പറയാനുള്ള മാന്യതയാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇതൊന്നും കാണാതിരിക്കരുത്. ശരി, ശ്രീ നാരായണൻ നമ്പൂതിരി, നോക്കൂ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ശബരിമല വിഷയം ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ശരി, ഇതാണ് ഞങ്ങൾക്ക് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്. ഞങ്ങൾ വിശ്വാസികളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതിന്റെ കൃത്യമായ ഒരു മെസ്സേജ് ആയില്ലേ ഇന്നത്തെ മന്ത്രിസഭായോഗ തീരുമാനം? അല്ലേ, അതെങ്ങനെ മെസ്സേജ് ആകും പറഞ്ഞ? ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് രാഹുലും ജയ്ക്കും
ജയിക്ക് ശബരിമലയിലെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസത്തെ തകർക്കാൻ ഒരു കോടതി വിധിയുടെ മറവിൽ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ഭരണകൂട സമീപനത്തിനെതിരായി സമാധാനപരമായി നടന്ന സമരത്തെയും ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി കടന്നു വന്ന ഇന്ത്യയിൽ വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിലെ അവിടെ പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷത്തിന് പൗരത്വം കൊടുക്കാനുള്ള ഘടകങ്ങളിൽ അതിന്റെ നിബന്ധനകളിൽ ഇളവ് വരുത്തിയ ഒരു നിയമത്തിനെതിരെ ബോധപൂർവമായി കേരളത്തിലടക്കം നടത്തിയ സമരത്തെയും ഒരേ തട്ടിൽ തൂക്കുന്നത് തന്നെ ഒരു അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് നേടണം. ആ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കണമെങ്കിൽ ഈ CAA കേസുകൾ പിൻവലിക്കണം. CAA കേസുകൾ മാത്രമായി പിൻവലിച്ചാൽ ഹിന്ദു മഹാഭൂരിപക്ഷത്തിന്റെ എതിർപ്പിന് ഇടവരും എന്നുള്ള ഭയം മൂലം സുരേന്ദ്രന്റെ യാത്രയ്ക്ക് കിട്ടുന്ന അഭൂതപൂർവമായ ജനപിന്തുണ കണ്ടിട്ടാണ് 3-ാം ദിവസം ഇത് കീഴടങ്ങൽ അല്ലെങ്കിൽ പിന്നെ എന്താ ഈ കീഴടങ്ങൽ കൊണ്ട് ഇന്നലകളിൽ നടത്തിയ ഈ അക്രമങ്ങൾ, ഈ അക്രമ പരമ്പരകൾ, ഈ സമാധാന സമരത്തെ അടിച്ചമർത്തിയ നടപടികളുടെ കുറ്റത്തിൽ നിന്ന് രക്തത്തിൽ നിന്ന് ഈ സർക്കാരിന് മോചിതനാകാൻ ഒക്കുമോ? കേരളത്തിലെ ഹിന്ദു സമൂഹം ഇതുകൊണ്ടൊന്നും ഈ സർക്കാരിന് മാപ്പ് കൊടുക്കുന്ന സമീപനമല്ല. കാരണം ഈ ബിന്ദു അമ്മിണിയെ രഹസ്യമായി 18-ാം പടി കയറ്റിയ ആചാര ലംഘനത്തിനും വിശ്വാസ ലംഘനത്തിനും നേതൃത്വം നൽകിയ ഒരു ഭരണ സംവിധാനത്തെ, ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഇനിയും മാപ്പ് കൊടുക്കും എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അല്ല, നോക്കൂ, ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ ശ്രീ നാരായണൻ നമ്പൂതിരി, ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിൽ ഇപ്പോൾ അതെങ്ങനെയാണ് ഒരു കീഴടങ്ങൽ എന്ന് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? ശരി, അതിൽ വേർതിരിവുകളുണ്ട്, പ്രത്യേകിച്ചും ഈ അക്രമ സംഭവങ്ങളിൽ വേർതിരിവുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ താങ്കൾ അത് കാണാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ അതായത് വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചവർക്കെതിരെയുള്ള കേസുകളൊന്നും മാറ്റുന്നില്ല, ആ കേസുകൾ അവിടെ തന്നെ നിൽക്കും. പക്ഷേ നാമജപ ഘോഷയാത്രയുടെ ഭാഗമായി നടന്ന ഈ വഴിതടയൽ പോലുള്ള ചെറിയ കേസുകൾ, ആ കേസുകളാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ നാരായണൻ നമ്പൂതിരി. ഞങ്ങൾ സംഘടിപ്പിച്ച അക്രമത്തിന് ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ തന്നെ ആരാണ് ഈ അക്രമം സംഘടിപ്പിച്ചതെന്ന് വ്യക്തമല്ലേ? BJP അത്തരം അക്രമങ്ങൾ പ്രതീഷ് വിശ്വനാഥന്റെയും രാഹുൽ ഈശ്വറിന്റെയും എല്ലാ നേതൃത്വത്തിൽ നടന്ന അത്തരം സമര അക്രമ പരമ്പരകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും BJPയുടെയോ സംഘപരിവാറിന്റെയോ തലയിൽ കെട്ടിവെക്കണ്ട. അതിന് പ്രതീഷ് വിശ്വനാഥനും രാഹുൽ ഈശ്വറും മറുപടി പറയണം. അവർ നിയമപരമായി നേരിടണം. അതുകൊണ്ട് അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണോ വേണ്ടത് സർക്കാർ തീരുമാനിക്കണം. അല്ല, നോക്കൂ, അവിടെ തമ്പടിച്ചത് നോക്കൂ, അവിടെ തമ്പടിക്കാൻ, അവിടെ ഇത്രയധികം വലിയൊരു മോബിനെ കണ്ടക്ട് ചെയ്യാൻ, ഇത്രയധികം മോബിനെ അത് ഓർഗനൈസ് ചെയ്ത് അവിടെ എത്തിക്കാൻ ഒരു പ്രതീഷ് വിശ്വനാഥനും രാഹുൽ ഈശ്വറിനും മാത്രമാണോ കഴിയുക? ഈ ഒരു പ്രതീഷ് വിശ്വനാഥനും രാഹുൽ ഈശ്വറും അല്ല ഈ മാധ്യമങ്ങളെ ആക്രമിക്കുകയും മാധ്യമ വാഹനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ആക്രമിച്ചത് ശ്രീ നാരായണൻ നമ്പൂതിരി. രാഹുൽ ഗാന്ധിക്കും ശശി തരൂരിനും കോൺഗ്രസും രാഹുലിനോടും ചോദിച്ചാട്ടെ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശബരിമല വിഷയത്തിൽ ഇന്ന് വരെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെയും രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നു. രാഹുൽ ഗാന്ധി ആദ്യം നിലപാടൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തലയും KPCC നേതാക്കളും കൂടി ചെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ആദ്യം നിലപാടൊക്കെ പറഞ്ഞിരുന്നു ശ്രീ നാരായണൻ നമ്പൂതിരി. ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? സ്ത്രീ പ്രവേശനത്തെ കോടതി വിധി അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ സമരം ചെയ്യാൻ വരാത്തത്? സമരം ചെയ്യാൻ വന്ന സുധാകരനെതിരെ പറഞ്ഞു വിട്ടത്? ഒരു ദിവസം നിലയ്ക്കലിൽ സമരത്തിന് വന്ന സുധാകരനോട് തിരിച്ചു പോകാൻ പറഞ്ഞത് എന്തിനാ? കോൺഗ്രസ് ഈ വിശ്വാസ സമൂഹത്തിന് വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും, കൈ നനയാതെ മീൻ പിടിക്കാൻ നിൽക്കുകയാ. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ചില എന്താ പറയുക വിശ്വപൗരനെ പോലെ നടക്കുന്നവർ, അവർക്ക് ഓർശാന പാടുന്ന സമീപനവും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളാണ് കോൺഗ്രസിനെ പോലെയുള്ള സംഘടനകൾക്ക് ഇപ്പോഴും ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത്. നുണകൾ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നത്. ശശി തരൂർ എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ശരി, രാഹുൽ ഈശ്വറിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ ജെയ്സി തോമസ്, നോക്കൂ, ഇപ്പോൾ നാരായണൻ നമ്പൂതിരി പറയുന്നത് കീഴടങ്ങൽ തന്നെയാണ്, വിശ്വാസ സമൂഹത്തിന് മുന്നിലുള്ള കീഴടങ്ങലാണ്. BJPയുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ 3-ാം ദിവസത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുപ്പിക്കാൻ കഴിഞ്ഞു, ഇങ്ങനെയാണ് BJP പറയുന്നത്. ശ്രീ ജെയ്സി തോമസ്, ഞാനിപ്പോ എല്ലാ കാര്യങ്ങളുടെയും ഭൂതകാല യാഥാർത്ഥ്യങ്ങളിലേക്കും ചിത്രങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് രാജ്യത്ത് പ്രവർത്തിക്കുന്ന
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു? ഓർഡിനൻസ് പാസ്സാക്കുമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് പോയ ആളുകൾ ആരായിരുന്നു? അവരൊക്കെ പിന്നീട് നിലപാടുകൾ മാറ്റിയത് എങ്ങനെയാണ്? എത്ര നിലപാടുകൾ എത്ര തവണ എത്ര മാറ്റി പറയാമെന്ന് നമുക്ക് മുമ്പിൽ തെളിയിച്ചത് ആരൊക്കെയാണ്? ഇത്തരം വിശദാംശങ്ങളിലേക്ക് വിശദീകരണങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. സമയം കിട്ടുമ്പോൾ ഇവരൊക്കെ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു കീഴടങ്ങലോ ഇതൊരു വഴങ്ങിക്കൊടുക്കലോ അല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അതാകാം, അത് അവരുടെ അവകാശം. ഞാൻ അതിലേക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇത് സമാധാനപൂർണമായ സമരം എന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പുനഃപരിശോധന നടത്തും. പിൻവലിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെന്റ് നീങ്ങും. ഇതേ കാര്യം തന്നെയാണ് പൗരത്വ പ്രക്ഷോഭ കാര്യങ്ങളിലും സർക്കാർ ആലോചിക്കുന്നത്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് RSSന്റെ ആദരണീയനായ പ്രതിനിധി നോക്കിക്കാണുന്നത്? അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ മതപരമായ ചേരുവ സൃഷ്ടിച്ച് വർഗീയമായി ആളുകളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് CAA കുറിച്ച് വ്യാഖ്യാനിച്ചത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ മതത്തെ പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കാനുള്ള ലളിതമായ നിർവചനമല്ലേ CAAക്ക് നമ്മൾ നൽകുന്നത്? ആ CAA അദ്ദേഹം ന്യായീകരിച്ചത് എങ്ങനെയാണ്? കാണേണ്ടത് അല്ല. ഒരു നിമിഷം ശ്രീ നാരായണ നമ്പൂതിരി ജയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നോക്കൂ ശ്രീ നാരായണ നമ്പൂതിരി ജയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കൾക്ക് സമയം തരാം. ശ്രീ നാരായണ നമ്പൂതിരി താങ്കൾക്ക് സമയം അനുവദിക്കാം. ജെയ്സി തോമസ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രാജ്യത്തുണ്ടെന്ന നിയമത്തെ ജാതിയുടെ മതത്തിന്റെ പേരിലാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ വർഗീയത കളിക്കുകയും അല്ല, ആ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. താങ്കൾ അത് ആ വിഷയത്തിലേക്ക് കൂടി ചർച്ച പോകണമെങ്കിൽ നമുക്കത് വിഷയം ചർച്ച ചെയ്യാം. പക്ഷെ ജയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, അങ്ങ് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് BJPയുടെ മുതിർന്ന നേതാവാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരുള്ള ഒരാളാണ് അങ്ങ് എന്നെ പോലെ ഒരു താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്റേതായ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. അങ്ങേക്ക് വിയോജിപ്പുണ്ടോ? ഞാൻ പറഞ്ഞതിൽ ഫാക്ച്വൽ എററുണ്ടോ? അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങയുടെ വിയോജിപ്പ് അങ്ങയുടെ സമയത്ത് അങ്ങേക്ക് തുറന്നു പറയുകയും ചെയ്യാം. ഞാൻ ആവർത്തിച്ചുന്നയിക്കുന്നു, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മതാടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമത്തിന്റെ പരിച്ഛേദമാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും എല്ലാ പ്രൊഫസർമാരും മതനിരപേക്ഷ പ്രബുദ്ധ ബോധമുള്ള രാജ്യത്തെ മുഴുവൻ ആളുകളും അത്യസാധാരണമായ നിലയിൽ രാജ്യത്തിന്റെ സമരമുഖത്തേക്ക് ഇറങ്ങി വരാൻ കാരണം അതാണ്. ഇങ്ങിപ്പോൾ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി നിർഭാഗ്യവശാൽ ഈ സമരത്തിന് നേതൃത്വമായ നമ്മുടെ നാട്ടിലെ ഉൽപ്പതിഷ്ണുക്കൾ, എഴുത്തുകാർ, അതേപോലെ തന്നെ പ്രൊഫസർമാർ, മിടുമിടുക്കരായ ഗവേഷകർ, വിദ്യാർത്ഥിനികൾ ഇവരെയൊക്കെ അങ്ങ് ആക്ഷേപിക്കുമായിരിക്കും. അവരൊക്കെ വിവരമില്ലാത്തവരും അവരൊക്കെ അങ്ങയുടെ ഭാഷയിൽ വർഗീയതയും ജാതീയതയും പറയുന്ന ആളുകളാണെന്നായിരിക്കും അങ്ങ് വ്യാഖ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയില്ല. RSSന്റെ അങ്ങയുടെ സഹപ്രവർത്തകരായ പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് തന്നെയായാലും ഇന്ത്യയുടെ അസ്തിത്വത്തെ തകർക്കുന്ന ബഹുസ്വരതയ്ക്ക് നേരെയുള്ള RSSന്റെ കിടന്നാക്രമമാണ് CAA, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. അവിടെ കേരളത്തിൽ സമാധാനപൂർണമായ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരം സമാധാനപൂർണമായ പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് കേസ് നടപടികളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പിൻവലിക്കും. ഇതേ സമീപനമാണ് മറ്റു കാര്യങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. അങ്ങ് പറയുകയുണ്ടായി, ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചടി നൽകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? ബ്ലോക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള ഡിവിഷനുകളടക്കം കോർപ്പറേഷനുകളെന്ന ഭരണസ്ഥാനത്തെയടക്കം എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെയും, അങ്ങ് അതിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവൊന്നും കാണേണ്ടതില്ല, എല്ലാ വിഭാഗത്തിലുള്ള വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഭൂരിപക്ഷ പിന്തുണ നേടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടാം തുടർ ഭരണത്തിലേക്കുള്ള മാൻഡേറ്റിന് വേണ്ടിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അമ്പല കമ്മിറ്റിയിലേക്കോ പള്ളി കമ്മിറ്റിയിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങേക്ക് അന്തസ്സുണ്ടെങ്കിൽ നമുക്ക് 4.5 വർഷക്കാലത്തെ ജനകീയ പ്രശ്നങ്ങൾ വെച്ച് സംവദിക്കാം. കേരളം നടന്നു തീർത്ത മാറ്റങ്ങളെ കുറിച്ച് സംവദിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അബ്രാഹ്മണനായ ഒരു മനുഷ്യൻ കേരളത്തിന്റെ ശ്രീകോവിലേക്ക് നടന്നു കയറിയ കേരളത്തിന്റെ അത്യസാധാരണമായ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് സംവദിക്കാം. അങ്ങ് തയ്യാറുണ്ടോ? അല്ല, നോക്കൂ ജെയ്സി തോമസ്, എന്തുകൊണ്ടായിരുന്നു ഒരു നിമിഷം ശ്രീ ജെയ്സി തോമസ് കോൺഗ്രസ് ഉന്നയിച്ചതും കോൺഗ്രസ് ആണല്ലോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും BJPയുമാണ് ആ ശബരിമല ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. CPM-ന് ഇടതുമുന്നണിക്ക് പ്രതിരോധിക്കാമായിരുന്നില്ലേ? ഈ പറഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വെച്ച് പ്രതിരോധിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ശ്രീ ജെയ്സി തോമസ്. അല്ല, അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ എത്ര തവണയോ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിന്റെ സംബന്ധിച്ചുള്ള ഹാർഡ് കോറായ മറ്റ് സംവാദ മണ്ഡലങ്ങളിലേക്കുള്ള ഒരു തീരുമാനമേ അല്ല.
ഇത് ഞാൻ പറഞ്ഞുവല്ലോ, വിശ്വാസി സമൂഹം പങ്കെടുത്തിട്ടുള്ള ന്യായമായ ചില പ്രതിഷേധങ്ങൾ, ചെറുതെങ്കിലും അവരുടെ എന്ത് ന്യായമായ പ്രതിഷേധം? അതായത് എന്ത് ന്യായമായ പ്രതിഷേധം? താങ്കൾ ഈ പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണ്, ന്യായം അന്യായം എന്നൊക്കെ തരത്തിൽ എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിർവചിക്കുന്നത്? എങ്ങനെയാണ് ശ്രീ ജെക്സി തോമസ്? ഞാൻ പറഞ്ഞുവല്ലോ കേരളത്തിലെ വ്യത്യസ്ത സമുദായ സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ മറ്റനേകം വ്യക്തിത്വങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ സമാധാനപൂർണമായ പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. പിൻവലിക്കപ്പെടേണ്ട സാഹചര്യമുള്ള പ്രതിഷേധമായിരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ അത് പിൻവലിക്കും. ഇതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സുതാര്യതയില്ലായ്മയുടെ ഒരു ഘടകവുമില്ല. ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയില്ല. മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് പല വ്യാഖ്യാനങ്ങളും ചമയ്ക്കാം. അവർ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊള്ളുമ്പോൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രയാസവുമില്ല. ശരി, ശ്രീ നാരായണൻ നമ്പൂതിരി, അതായത് വരാം ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇത്രയേ ഉള്ളൂ. ഭക്തരുടെ തലയിൽ നെയ്ത്തേങ്ങ ഉടയ്ക്കാൻ പോയവർക്കും മാധ്യമപ്രവർത്തകരെയും അവിടെ ജോലി ചെയ്യാൻ പോയവരെയും ആക്രമിക്കാൻ പോയവർക്കും ഒന്നും തൽക്കാലം ഇളവൊന്നുമില്ല. ശ്രീ നാരായണൻ നമ്പൂതിരി, മാധ്യമപ്രവർത്തകരെ എത്രയോ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടറിന്റെ അടക്കം അവിടെ ഉണ്ടായിരുന്നു. ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആക്രമിക്കപ്പെട്ടു ശ്രീ നാരായണൻ നമ്പൂതിരി. റിപ്പോർട്ടറിന്റെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വാഹനം അടിച്ച് തകർത്തു. ഞാൻ പറഞ്ഞു വന്നത് അതിന് രാഹുൽ ഈശ്വർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഈശ്വർ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ അവിടെ ആചാര ലംഘനത്തിന് യുവതികൾ കടന്നിട്ടുണ്ട് എങ്കിൽ വരാൻ തയ്യാറായ ശ്രമിച്ചാൽ അതിനെ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ല. ഞങ്ങൾ ശരി, അതിൽ കുറ്റബോധമൊന്നും ഇല്ല ബി ജെ പിക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് അക്രമം നടത്തിയത് നിങ്ങളാണ്, ബി ജെ പിക്ക് അതിൽ പങ്കൊന്നുമില്ല കേട്ടോ. ശ്രീ രാഹുൽ ഈശ്വർ, അല്ല ശ്രീ ശ്രദ്ധിക്കണം അപർണ, ശ്രീ നാരായണ നമ്പൂരി അദ്ദേഹം അടക്കം സംഘത്തിന്റെ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിച്ച്, കക്ഷി രാഷ്ട്രീയ ഭേദന്യാ പറയുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രീ വത്സൻ തില്ലങ്കേരി ചേട്ടനൊക്കെ വന്നല്ലോ, അദ്ദേഹമൊക്കെ എത്ര സമവായത്തിന്റെയും പാതയാണ് സംസാരിച്ചത്. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ പോലീസ് പോലും അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തത്. പോലീസ് പോലും വത്സൻ ചേട്ടന് മൈക്ക് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട്. ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കളുടെ ശബ്ദത്തിൽ അവ്യക്തത ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്, ക്ഷമിക്കണം. ശ്രീ രാഹുൽ ഈശ്വർ, ആ പരിഷ്കാരത്തെയാണ് നിങ്ങൾ മത വിഘടന ശക്തികളുടെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ നിങ്ങൾ പിന്തുണ കൊടുക്കുകയും അതിന്റെ പിന്തുണ ഏറ്റുവാങ്ങി സംഘടിത ശക്തികളുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. അവരെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ അവരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കണം. അത് പിൻവലിക്കണമെങ്കിൽ ശബരിമല വിഷയത്തിൽ ന്യായമായി നടന്ന സമരത്തിന്റെ പേരിൽ ഒരു വിശ്വാസ സമൂഹം നടത്തിയ സമരത്തിന്റെയും പേരിലെടുത്ത കേസുകൾ പിൻവലിച്ച് എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആക്ട് എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നടത്തിയ ഒരു കൈകഴുകൽ, എപ്പോഴും കൈകഴുകുന്ന പിണറായി വിജയന്റെ ഒരു കൈകഴുകൽ സമീപനം എന്നുള്ളതിനപ്പുറം കേരള സമൂഹം ഇത് കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ എന്റെ ജയിക്ക് ഓരോ തെരഞ്ഞെടുപ്പും മാറി മാറി വരുമല്ലോ. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിരുന്നു എന്ന് കണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആകും എന്നൊക്കെ പറയാൻ ഒക്കുവോ? അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ചിത്രമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ കേരളത്തിന്റെ മത്സ്യമേഖല മുഴുവൻ അമേരിക്കൻ കുത്തക കമ്പനി, ഒരു രജിസ്റ്റേർഡ് കമ്പനി പോലും അല്ലാത്തവർക്ക് ധാരണാപത്രം ഒപ്പിട്ടത്. അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ശ്രീ നാരായണൻ നമ്പൂരി, ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ നടക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാഗ്വാദത്തിന് പോയി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ശ്രീ രാഹുൽ ഈശ്വർ, മറുപടി. രണ്ട് കാര്യങ്ങൾ. ശ്രീ വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ എത്ര അച്ചടക്കത്തോടെയാണ്, സമന്വയത്തോടു കൂടിയാണ് നടത്തിയത്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ മൈക്ക് കൊടുക്കുന്നതിൽ ജസ്റ്റിഫൈ ചെയ്തത്. ഈ വിഷയത്തിൽ ഞങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. കാര്യം എല്ലാ പാർട്ടിയിലെയും എല്ലാ പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് പ്രയാർ സാറിനെ തെളിവ് പറയാൻ കഴിയുമോ? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റവും A to Z ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന് 3 വർഷം ഉണ്ടായിരുന്നത് 2 വർഷമായിട്ട് CPM കുറച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ 5 മിനിറ്റ് ഇടയ്ക്ക് പോയത്, അജയ് തറയിൽ സാറും ശ്രീ രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. അവർ
അവരൊക്കെ ആദ്യം മുതലേ പിന്തുണച്ചതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് ഇത് കക്ഷി രാഷ്ട്രീയമില്ല. അങ്ങനെ ഏറ്റവും നല്ല വോയിസ് ആദരണീയനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ സാറിനെയാണ്. അദ്ദേഹം ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന്റെ കാര്യം ഞങ്ങൾ വിശ്വാസികൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർത്തിയ ഡിമാൻഡാണ്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. കാര്യം ഞങ്ങൾക്ക് ഈ കോസ് ആണ് പ്രധാനം. അതുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും നല്ലതാണെന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. കുമ്മനം ചേട്ടനെ പോലെ സന്യാസിയോ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ താല്പര്യം നോക്കി അല്ല പറഞ്ഞത്. NK പ്രേമചന്ദ്രൻ ആരവതരിപ്പിച്ചാലും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നന്മയാണ്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ CPM ഉള്ളിൽ നിന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സാർ അദ്ദേഹം കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്തു. എന്തൊരു ശ്രീ AK ബാലൻ സാർ, കടകംപള്ളി സുരേന്ദ്രൻ സാറിനടക്കം ഒരു സോഫ്റ്റ് നിലപാട് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ജല്ലിക്കെട്ട് മാതൃകയിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ വിഷയം വിജയിക്കൂ. രണ്ട്, അപർണ ഒരു കാര്യം പറഞ്ഞ സത്യമാണ്. ഞാനടക്കം എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, അപർണയെ വിളിച്ചിരുന്നു, നികേഷ് സാറിനെ വിളിച്ചിരുന്നു, അർണബ് ഗോസ്വാമിയെ വ്യക്തിപരമായി വിളിച്ചിരുന്നു, പൂജാ പ്രസന്നെ വിളിച്ചിരുന്നു, മാതൃഭൂമിയിലെ വേണുവിനെ വിളിച്ചിരുന്നു. ആദ്യ 2 ദിവസങ്ങളിൽ മുഴുവൻ പ്രക്ഷോഭം ഓർഗനൈസ് ചെയ്ത ഞങ്ങളാണ്. ആദ്യ ദിവസം അപ്രതീക്ഷിതമായ അറസ്റ്റ് വരികയും പ്രായമായ മുത്തശ്ശി അടക്കം അറസ്റ്റ് ചെയ്യുകയും അതിന്റെയൊക്കെ അനുരണങ്ങൾ ഉണ്ടോണ്ട് താഴെ കുറച്ച് ആൾക്കാർ അജിറ്റേറ്റഡ് ആയി എന്നുള്ള സത്യമാണ്. ഞങ്ങൾ ഇതിനെ എന്താ പറയണേ ഇല്ലെന്നോ ഞങ്ങൾ ഇതിൽ പെട്ടിട്ടില്ലെന്നോ പറയാൻ ഞങ്ങൾ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത് വിശ്വാസികൾ മാത്രമാണ്. ഞങ്ങൾക്ക് ഇതിൽ ന്യായമായൊരു നിലപാടുണ്ട്. ആ നിലപാട് വിജയിപ്പിച്ചെടുക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റേതായ വേറൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ അത് വരില്ല. അതുകൊണ്ട് വിശ്വാസികൾ എന്ന് വിളിക്കണം. അപർണ കലാപകാരികൾ എന്നൊക്കെ വിളിക്കുന്ന വളരെ ദൗർഭാഗ്യകരമാണ്. ഏറ്റവും കലാപം നടത്തിയവരെ കലാപകാരികളെന്ന് മാത്രമാണ് വിളിക്കാൻ കഴിയുക ശ്രീ രാഹുൽ ഈശ്വർ. അതിലൊരു മാറ്റവുമില്ല. കലാപം നടത്തുന്നവരെ കലാപകാരികളെന്ന് മാത്രമാണ് വിളിക്കാൻ കഴിയുക. ആ കലാപത്തിന്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് ഈ പറയുന്നത്. കലാപം നടത്തുന്നവരെ കലാപകാരികളെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, 84 വയസ്സുള്ള എന്റെ മുത്തശ്ശിയാണോ അപർണയ്ക്ക് ശരി, ശ്രീ രാഹുൽ ഈശ്വർ ഒപ്പം തന്നെ വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. ജെയ്ക്സി തോമസ് ഒപ്പം തന്നെ നാരായണൻ നമ്പൂതിരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ.